നമസ്കാരം. കർക്കിടക രാമായണ മാസത്തിൽ വീണ്ടും നിങ്ങളെ ഞാൻ സന്ദർശിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ജയലളിത, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഇരുമ്പ് വനിത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉരുക്ക് വനിതയെന്നും ഇരുമ്പ് വനിതയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? ആ സ്ത്രീ, അവരുടെ പേരിലുള്ള അഴിമതി കേസുകൾ വർഷങ്ങളോളം അവർ നീട്ടി കൊണ്ടുപോയിട്ട് ഏറ്റവും ഒടുവിൽ അവരെ കോടതി ശിക്ഷിച്ചത് 27 ദിവസം രാത്രിയും 28 ദിവസം പകലും. അവരുടെ ശിക്ഷ കാലാവധി ബാംഗ്ലൂർ അഗ്രഹാര ജയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, സ്പെഷ്യൽ കോടതിയുടെ ജയിലാണത്. അവിടെ അവരെ ഇട്ടപ്പോഴത്തേക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം, അന്ന് തമിഴ്നാട്ടിൽ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൂർവാധിക ശക്തിയോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഓർക്കണം. ആ കാലഘട്ടത്ത് അവരെ പിടിച്ചകത്തിട്ടു. തമിഴ്നാട്ടിൽ ആ കാലഘട്ടത്തിൽ ആ 30 ദിവസം, ശരിക്കും പറഞ്ഞാൽ 30 ദിവസം തമിഴ്നാട്ടിൽ ഒഫീഷ്യലി ഗവൺമെൻറ് കാര്യങ്ങളൊന്നും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. മാത്രമല്ല, ജയലളിതയ്ക്ക് അത്രയ്ക്കും പിടിപാടുണ്ടായിട്ട് പോലും ആ ശിക്ഷയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനായില്ല. അവർ അനുഭവിക്കുക തന്നെ ചെയ്തു എന്നുള്ളതാണ്. അതിൽ പിന്നെയാണ് അവർ മാനസികപരമായിട്ട് തകർന്നു പോയത്. അക്കാലം അത്രയും അവർ ഞാനാണ് ഇവിടെ വലിയ രാജ്ഞി, ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുകയുള്ളൂ, ഇവിടെ എന്നെ കടത്തിവെട്ടി അല്ലെ എൻ്റെ ഒരു പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഒന്നും ചലിക്കുകയില്ല എന്ന ഒരു മനോഭാവത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ സാധാരണക്കാരുടെ മനുഷ്യരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുകയില്ല. ഒരു മരണപ്പെട്ട അല്ലെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ബോധ്യമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ സത്യം പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതിൽ പിന്നെ അവരുടെ ജീവിതം വെച്ചടി തകർച്ചയിലേക്കല്ലേ പോയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സ്വയം ചിന്തിച്ചാൽ അറിയാം. നമ്മളൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ ബ്ലെസ്സിങ്ങും പ്ലസ് ഈശ്വരൻ്റെ കാരുണ്യം മാത്രമാണ്. അല്ലാതെ മറ്റാരുടെയും നമ്മുടെ കഴിവുകൊണ്ടല്ല. നമ്മൾ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ അതിക്കവിഞ്ഞ് യാതൊന്നുമില്ല. എന്നാൽ ഞാനാണ്, എന്നെ കവിഞ്ഞ് ആരുമില്ല, എൻ്റെ തലയിലൂടെ തന്നെ എല്ലാം പോകണം. എന്ത് തേങ്ങയാണ് നമ്മുടെ തലയിൽ കൂടെ പോയെന്ന്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ദുരിത ജീവിതം, അവർ ജയിൽവാസം കഴിഞ്ഞ് മടങ്ങിയെത്തി അവർ വേണമെങ്കിൽ അല്ലെങ്കിൽ അവർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ശ്രേഷ്ഠകാലം 100% സത്യസന്ധമായ പൊതുജന സേവനം നടത്താമായിരുന്നു. അവർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു അവസാന കാലഘട്ടം ഉണ്ടാവില്ലായിരുന്നു. ഈ കഴിഞ്ഞു വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം, ശമ്പളം, മണി, സാലറി അല്ല, ഈശ്വരൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സാലറി അത് നമുക്ക് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സാധാരണക്കാരായാലും കൊള്ളാം, സമ്പന്നനായാലും കൊള്ളാം, അല്ലെങ്കിൽ എന്തു പറയുക, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായാലും കൊള്ളാം, ആര് തന്നെയാണെങ്കിലും അവർ എന്തെങ്കിലും ജീവിതത്തിൽ ദുരിതങ്ങളോ അല്ലെങ്കിൽ നന്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവായാലും കൊള്ളാം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ കൂടുതൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ മുന്നേറണം, മുമ്പോട്ട്. നമ്മളിലെ ആത്മീയത എന്ന് പറയുന്നത് 100% സത്യസന്ധമായിരിക്കണം. കഴിവതും ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും ചതിവ് കാണിച്ച് അത് നിയമത്തെയും പറ്റിച്ച് ഇവിടെ കിടക്കുന്ന നാട്ടുകാരെയും പറ്റിച്ചെന്നെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പലിശ അടക്കം നമ്മുടെ മക്കൾക്ക് ചെല്ലുന്നത് വിത്ത് ഇൻട്രസ്റ്റോടു കൂടിയാണ് ചെല്ലുന്നത്. അത്തരം ഒരു കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയോ വലിച്ചഴിക്കാതിരിക്കുക. ദയവായി കഴിവതും ആത്മീയപരമായ ഈശ്വരനെ, നമ്മുടെ ശബരിമല നമ്മൾ ആ 18 പടി കയറി ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? തത്വമസി എന്ന് വെച്ചാൽ എന്താണ്? തത്വം നിന്നിൽ, ഈശ്വരൻ നിന്നിലുണ്ടെന്ന്. ആ ഈശ്വരൻ ഏതാണ്? നമ്മുടെ മനസാക്ഷിയാണ് നമ്മളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവം. ആ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് കഴിവതും പ്രവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തേണ്ടവരാണ്. നമ്മൾ നമ്മുടെ ഒരു തമിഴ് സിനിമ ഉണ്ടല്ലോ, വിക്രമിൻ്റെ സിനിമയിൽ, അതിനകത്ത് നമ്മുടെ മരിച്ചുപോയ കൊച്ചിൻ ഹനീഫ പറയും, ഞാൻ ഇതല്ലേ ചെയ്തുള്ളൂ, മറ്റവനെ പോലെ അതൊന്നും ചെയ്തില്ലല്ലോ, ഇതല്ലേ ചെയ്തില്ലല്ലോ, ഇത് അത്ര വലിയൊരു കുറ്റമാണോ എന്നൊക്കെ ചോദിക്കും. എന്ന് പറയുന്ന പോലെ കുറ്റം തന്നെയാണ്. 1 രൂപയുടെ ആണെങ്കിലും കൊള്ളാം, 1 കോടിയുടെ ആണെങ്കിലും കൊള്ളാം.
ഒരാളെ ചതിച്ചാലും കൊള്ളാം, 100 പേരെ ചതിച്ചാലും കൊള്ളാം, ഒരു കുടുംബത്തെ ചതിച്ചാലും കൊള്ളാം, 100 കുടുംബത്തെ ചതിച്ചാലും കൊള്ളാം. തെറ്റ് തന്നെയാണ്. അത്തരം പ്രവൃത്തികളിലേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈശ്വരൻ്റെ കാരുണ്യം വേണം. ഈ ആത്മീയതയിലേക്ക് നമ്മൾ നീ ഏത് മതത്തിൽപ്പെടുന്ന വ്യക്തിയോ ആയിക്കോട്ടെ, നീ മുസൽമാനായിക്കോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോ, അല്ലെങ്കിൽ സിഖുകാരനായിക്കോ, ശ്രീബുദ്ധൻ്റെ ആളായിക്കോ, അല്ലെങ്കിൽ ഹിന്ദു ആയിക്കോ, എന്തോ ആയിക്കോട്ടെ, നിന്നിലെ വിശ്വാസം നിത്യനെ നീ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആത്മീയത സ്ഥിതി ചെയ്യുകയുള്ളൂ. ആത്മീയത സ്ഥിതി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മളറിയാതെ നമ്മുടെ മനസാക്ഷി പറയുന്നത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുള്ളൂ. നമുക്കൊരു മനസാക്ഷിയുണ്ട്, അത് നമ്മൾ ഭൂരിഭാഗം പറയാൻ അവർ മനസാക്ഷി നമ്മളോട് കൽപ്പിക്കും, മോനെ നീ ചെയ്യരുത്, മകളെ നീ ചെയ്യരുത്, തെറ്റാണ് എന്ന് നമ്മളെ ശാസിക്കുമ്പോൾ നമ്മൾ അത് കേൾക്കാൻ തയ്യാറാണോന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ആയിരിക്കണം. ശരിയല്ലേ? നമ്മളതിന് പ്രിപ്പയർ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയുള്ളൂ. അങ്ങനെ പിന്തിരിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും നന്മയും മനസമാധാനവും സമ്പത്തും ആരോഗ്യവും നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കും എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏവർക്കും കർക്കിടക രാമായണ മാസ നന്മകൾ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.